ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UAEയിലേക്ക് ജോബ് അന്വേഷിച്ച് വരുന്നവർക്ക് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ജോബ് അന്വേഷിച്ച് വരുന്നവർക്ക് UAEയിലേക്ക് ജോബ് കിട്ടാൻ സാധ്യതയായിട്ടുള്ള ടിപ്സുകളാണ്. ഞാനൊരു കംപ്ലീറ്റ് പ്രോസസ്സ് പോലെയാണ് പറയാൻ ശ്രമിക്കുന്നത്. നാട്ടിൽ നിന്ന് ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് ഇവിടെ വന്ന് ജോലി കിട്ടുന്നത് വരെയുമുള്ള ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇതൊരു എൻ്റെ എക്സ്പീരിയൻസിലും അതോടൊപ്പം തന്നെ ഞാൻ കളക്ട് ചെയ്ത കുറച്ച് ഇൻഫർമേഷൻസിൽ നിന്നുമാണ്. ഇപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവും എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സോ മാക്സിമം ആൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ MCube Tech എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, നമുക്ക് കണ്ടൻറ്റിലേക്ക് കിടക്കാം. ഓക്കെ, ഒന്ന് നമ്മൾ ഇവിടുത്തെ മാർക്കറ്റിനെ നന്നായിട്ട് അനലൈസ് ചെയ്യണം. മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിനെ മനസ്സിലാക്കണം. സോ ഇപ്പോൾ നമ്മൾ UAEയിലേക്ക് വരികയാണ്, ഏതെങ്കിലും ഒരു എമിറേറ്റ്സിലേക്ക്. ഇപ്പോൾ അബുദാബിയിലെന്നാണെന്ന് വിചാരിച്ചുള്ളൂ. അബുദാബിയിലത്തെ ഇപ്പോൾ നമ്മുടെ ഫീൽഡ്, ഇപ്പോൾ നിങ്ങൾ ഏതാണോ ഫീൽഡ്, ആ ഫീൽഡിലേക്ക് ആവശ്യമായ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ അവൈലബിൾ ആണോ എന്ന് നല്ലവണ്ണം മാർക്കറ്റിനെ അനലൈസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഏത് എമിറേറ്റ് ആണോ ആ എമിറേറ്റിൻ്റെ ജോബ് ന്യൂസിൻ്റെ സൈറ്റുകൾ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ ചോദിച്ച് മനസ്സിലാക്കാം, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, ഇപ്പോൾ നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ജോബ് കിട്ടാൻ സാധ്യതയുണ്ടോ, ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണ്, കൊറോണയ്ക്ക് ശേഷം എങ്ങനെയാണ് കമ്പനികൾ റിക്രൂട്ട് ചെയ്ത് തുടങ്ങിയോ എന്നുള്ളൊരു സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഈ കൊറോണയുടെ ഒരു സാഹചര്യ സമയത്തിലാണ്. സോ നിങ്ങൾക്ക് അപ്കമിങ് ആണെന്നുണ്ടെങ്കിലും ഏത് സമയത്താണെങ്കിലും നിങ്ങളുടെ ഫീൽഡിന് പറ്റിയൊരു മാർക്കറ്റ് സിറ്റുവേഷൻ ഇവിടെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിങ്ങൾ വന്നിട്ട് കാര്യമുള്ളൂ. സോ ആ ഒരു മാർക്കറ്റ് സ്റ്റഡി നിങ്ങൾ നടത്തുക. അതിനുശേഷം ഇൻ കേസ് ഓഫ് നമുക്കിവിടെ ഒരു ജോബ് അവൈലബിൾ ആണ്, ജോബ് പക്കയാണ്, നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിസിറ്റിംഗ് എടുത്ത് നിങ്ങൾക്ക് വരാം. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് വിസിറ്റിംഗ് വിസ എടുക്കുന്നത്. വിസിറ്റിംഗ് വിസ എടുക്കുന്നതിനായിട്ട് നിങ്ങളവിടെ ഒരു നല്ലൊരു ട്രാവൽസ് ഏജൻസിനെ കോൺടാക്ട് ചെയ്യുക. നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ട്രാവൽസ് ഏജൻസിനെ കോൺടാക്ട് ചെയ്ത് മിനിമം ഒരു 3 months വിസിറ്റിംഗ് വിസയെങ്കിലും എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 3 മാസത്തിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് അടക്കം വിസ എക്സ്പെൻസും കൂടി എത്രയാ രൂപ വരിക എന്നുള്ളത് സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ അപ്കമിങ് ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും കൂടി നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എത്ര രൂപ അവിടെ എക്സ്പെൻസ് വേണം. അപ്പോൾ ഒരു UAE 3 മാസത്തെ വിസിറ്റിംഗ് വിസ എടുത്തു, എല്ലാം റെഡിയായി, ടിക്കറ്റ് അവൈലബിൾ ആയി, ഫ്ലൈറ്റിലേക്ക് കയറാവുന്ന തരമുള്ള കാര്യം റെഡിയായി. ഈ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താമസിക്കാവുന്ന ഒരു സ്ഥലം നമ്മൾ അറേഞ്ച് ചെയ്യണം, അല്ലേ? ഒരു 3 മാസത്തേക്ക് നമ്മളിവിടെ താമസിക്കുകയാണെങ്കിൽ ഒരു അക്കോമഡേഷൻ നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് അറേഞ്ച് ചെയ്യിപ്പിക്കാം. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാനിതുപോലെ ഒരു ഷെയറിങ് റൂം നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നോക്കുന്നുണ്ട്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതിയിൽ അങ്ങനെ കളക്ട് ചെയ്ത്, നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കൂടെ ആണെങ്കിൽ അത്രയും സൗകര്യമായി. കാരണം നിങ്ങൾക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ ഒരു പേടിയൊന്നും ഉണ്ടാവില്ല. സുഹൃത്തെല്ലാം നിങ്ങളെ ഗൈഡ് ചെയ്യും. സപ്പോസ് സുഹൃത്ത് നമുക്ക് അവൈലബിൾ അല്ല, സുഹൃത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പേടിക്കാനില്ല. OLX പോലെയുള്ള നിറയെ സൈറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. bayut.com, അതേപോലെ dubizzle, അത് ആ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്ത് ഇവിടെ കണ്ടെത്താൻ പറ്റും. ഇവിടെ കൂടുതൽ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്, ഈ അക്കോമഡേഷൻ ചെയ്യുന്നത് മലയാളികളുമുണ്ട്. അതേപോലെ നമുക്ക് കുറേ സെർച്ച് ചെയ്ത് നല്ലൊരു മലയാളി ആണ് കിട്ടിയെന്നെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എല്ലാ അതർ ലാംഗ്വേജ് ആണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ്, അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ലൊക്കേഷനൊക്കെ നോക്കുക. ഓക്കെ ആണോ, നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ സംസാരിച്ച് അത് സെറ്റ് ചെയ്യാം ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെ സൈറ്റുകളാണെന്നുള്ളത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മാർക്കറ്റ് സിറ്റുവേഷൻ ഓക്കെയാണ്, വിസയുടെ കാര്യങ്ങളായി, ടിക്കറ്റായി, അതേപോലെ ഇവിടെ വന്ന് താമസിക്കാവുന്ന ഒരു സിറ്റുവേഷൻ കൂടി ആയി. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്, എങ്ങനെയാണ് ഒരു ജോബ് സെർച്ച് ചെയ്യുക. സാധാരണ കമ്പനീസ് എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുന്നത് 3 തരത്തിലാണ്. ഒന്ന്, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള കരിയർ പേജിൽ ഒരു വാക്കൻസി പോസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജോബ് സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്യും. ഇവിടെ UAEയിൽ ജോബ് സെർച്ച് ചെയ്യേണ്ട മെയിനായിട്ടുള്ള ഒരു 10 ജോബ് സെർച്ചിങ് സൈറ്റുകളുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ചുകൂടി പ്രധാനമായിട്ടുള്ളത് ഈ ലിങ്ക്ഡിനും, അതേപോലെ ഇൻഡീഡ്, അതേപോലെ നൗക്രിഗൾഫ്, ബയാട്ട്, dubizzle, ഇതൊക്കെയാണ് ഒരു 5 എണ്ണം കോമൺ ആയിട്ട് എല്ലാവരും സെർച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ്. ഓക്കെ, അതുകൂടാതെ ഒരു 5 എണ്ണം കൂടി ഞാൻ ടോട്ടൽ ഒരു 10 എണ്ണം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ 10 എണ്ണത്തിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം.
പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കൺസൾട്ടൻസിൻ്റെയിൽ ഇതേപോലെ എംപ്ലോയർ ഒരു കോൺട്രാക്റ്റ് കൊടുത്തിട്ട് എനിക്ക് ഇത്ര സാലറിയിൽ ഇത്ര ക്വാളിഫിക്കേഷനിലുള്ള ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഒരു കൺസൾട്ടൻസിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കും. സോ കൺസൾട്ടൻസി ഈ പ്ലാറ്റ്ഫോംസിൽ, ഈ എല്ലാ ജോബ് പ്ലാറ്റ്ഫോംസിലും ഒരു ആഡ് പോസ്റ്റ് ചെയ്യും. ഒരു ആസ് എ എംപ്ലോയർ ആയിട്ട് തന്നെ ഒരു ആഡ് പോസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അവർ സെർച്ച് ചെയ്യും. നമ്മൾ ഒരു എംപ്ലോയറായിട്ട് ലോഗ് ചെയ്തിട്ട് എംപ്ലോയീസിനെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ പ്ലാറ്റ്ഫോംസിലൊക്കെ ഉണ്ട്. അവിടെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പേര് വരുന്ന രീതിയിൽ നമ്മുടെ പ്രൊഫൈലിനെ പെർഫെക്റ്റ് ആക്കി വയ്ക്കണം. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു CCTV ടെക്നീഷ്യനെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ ലിസ്റ്റ് വരുമല്ലോ. ആ ലിസ്റ്റിൽ നമ്മുടെ പേര് വരുന്ന രീതിയിൽ നമ്മുടെ പ്രൊഫൈലിനെ ബെസ്റ്റാക്കി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്, ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ഒരു നല്ല റെസ്യൂം സെറ്റ് ചെയ്യാം. റെസ്യൂം സെറ്റ് ചെയ്യാനുള്ള ഒരു 10 വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ തന്നെ ടോപ്പായിട്ടുള്ളൊരു CV നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതും കൂടി ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു റെസ്യൂം ക്രിയേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ ഈ 10 ജോബ് പ്ലാറ്റ്ഫോംസിലും നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. A to Z. നമ്മളിപ്പോൾ പ്രസൻ്റ്ലി വർക്ക് ചെയ്യുന്ന കമ്പനി ഏതാ, നാട്ടിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, അങ്ങനെ മുഴുവൻ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പെർസെൻറ്റേജ് 100% ആയി മാറും. നൗക്രിഗൾഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെയാണ് 100%. അതേപോലെ എല്ലാ ജോബ് പോർട്ടലിലും 100% നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കൺസൾട്ടൻസി സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര് ആ ലിസ്റ്റിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ജോബിനും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊണ്ടിരിക്കുക. പ്രോപ്പറായിട്ടുള്ള ടാഗ്, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ജോബ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ സപ്പോസ് ഞാൻ കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ആണെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയർ, അല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ട് ടെക്നീഷ്യൻ, ടെക്നിക്കൽ സപ്പോർട്ട്, അങ്ങനെ കുറേ തരത്തിലുള്ള ടാഗ്, റിലേറ്റഡ് ടാഗ്സ് ഉണ്ടാവില്ലേ, ആ ടാഗ്സ് നമ്മുടെ ജോബ് സൈറ്റുകളിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇൻ കേസ് ഓഫ് കൺസൾട്ടൻസി ഒരു ജോബ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേര് അതിൽ അപ്പായി വരാൻ സാധ്യതയിരുന്നു. ഇൻ കേസ് ഓഫ് നിങ്ങൾക്ക് ജോബ് റെഡിയായി, ജോബ് അവൈലബിൾ ആയി, നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ റിസീവ് ആവുകയാണ്, ഇൻ്റർവ്യൂ കോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അതൊരു സ്കൈപ്പ് ഇൻ്റർവ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഓഫീസിലേക്ക് പോകാൻ പറയും, ഓഫീസിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. സപ്പോസ് ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പാസ്സായി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ അയക്കും. ഓഫർ ലെറ്റർ മുഴുവനായിട്ടും കമ്പനി ലെറ്റർ ഹെഡിലായിരിക്കും ആദ്യം ഒരു ഓഫർ ലെറ്റർ അയക്കുക. ഓഫർ ലെറ്ററിൽ മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇത്ര രൂപ സാലറി, ഇത്ര അക്കോമഡേഷൻ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് സാലറി എത്ര, അലവൻസ് എത്രയാണ്, ട്രാൻസ്പോർട്ടേഷൻ എത്രയാണ്, ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, എത്രയാണ് ഡ്യൂട്ടി അവേഴ്സ്, അങ്ങനെ മുഴുവൻ കാര്യങ്ങളും വെച്ച് ഒരു ജോബ് ഓഫർ ലെറ്റർ നിങ്ങൾക്ക് കമ്പനി നൽകും. ജോബ് ഓഫർ ലെറ്റർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് സൈൻ ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ കമ്പനിയായിട്ടുള്ള ഒരു ഡീലിലേക്ക് തയ്യാറായി. ഓക്കെ, ഞാൻ ഈ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറയുകയാണെങ്കിൽ ഇനി അടുത്തത് ഒഫീഷ്യൽ MOL ലെറ്റർ. സപ്പോസ് നിങ്ങൾ അയച്ചു കൊടുത്തു, നിങ്ങൾ സൈൻ ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് ഈ നമ്മുടെ ജോബ് ഓഫർ ലെറ്റർ മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ ഒരു കോൺട്രാക്റ്റായിട്ട് അവർ കൺവേർട്ട് ചെയ്യും. ഒരു കമ്പനിയും ഒരു എംപ്ലോയിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. അത് ഒഫീഷ്യലായിട്ട് മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ ഒരു ഒഫീഷ്യൽ കോൺട്രാക്റ്റ് നമുക്ക് അയച്ചു തരും. അതാണ് നമ്മുടെ കോൺട്രാക്റ്റ്. ആ കോൺട്രാക്റ്റിൽ മുഴുവൻ ഡീറ്റെയിൽസും അതിൽ അവൈലബിൾ ആയിരിക്കും. അതിൽ ഇപ്പോൾ ഇനീഷ്യലി ഈ കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ വന്ന ഓഫർ ലെറ്ററിൻ്റെ അതേ സെയിം കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇതിലും ഉണ്ടാവുക. സോ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം സൈൻ ചെയ്ത് അയക്കും. സോ ഇത് നിങ്ങൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വരുന്നത് നിങ്ങളുടെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രോസസ്സ്, കമ്പനിയുടെ PRO ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിസിറ്റിംഗ് വിസയുടെ കോപ്പി, അതേപോലെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഫോട്ടോ, അതേപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കമ്പനിക്ക് കൊടുക്കണം. സൈൻ ചെയ്ത് അയച്ചു കൊടുത്ത കോൺട്രാക്റ്റ് മിനിസ്ട്രി ഓഫ് ലേബറുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മളെയും വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോവാം. ആ മിനിസ്ട്രി ഓഫ് ലേബർ എന്നുള്ള ആ ഒരു ഓഫീസിൽ അവിടെ നമുക്ക് ഒരു ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ആ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് ഏകദേശം 1 മണിക്കൂറും 15 മിനിറ്റോളം വരുന്ന ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതിൽ എങ്ങനെയാണ് ഈ UAE ഫുൾ ലോസ്, എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ ഡിസ്ക്രൈബ്ഡ് ആയിരിക്കും. അതിനുശേഷം മെഡിക്കൽ ഉണ്ടാവും. മെഡിക്കൽ കഴിഞ്ഞ ശേഷം എമിറേറ്റ്സ് സൈഡിൻ്റെ വെരിഫിക്കേഷൻ ഉണ്ടാവും. നമ്മൾ ഈ മെഡിക്കലും ഈ എമിറേറ്റ്സ് സൈഡ് വെരിഫിക്കേഷൻ ചെയ്യുന്നതോടുകൂടി കംപ്ലീറ്റ് നമ്മളൊരു എംപ്ലോയി ആയി മാറി, കമ്പനിയുടെ എംപ്ലോയി ആയി മാറിക്കഴിഞ്ഞു. അതിനുശേഷം വരുന്ന എന്ത് കാര്യങ്ങളും കമ്പനിയാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ജോയിനിങ് പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുവരെ
ഇവിടെ വന്നെത്തി ഒരു പുതിയ കമ്പനിക്ക് ജോയിൻ ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജോബ് അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.